ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയുമോ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ 386 ഫ്രണ്ട്സിനെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാലം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയൂ. അതുപോലെ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരെയാണോ ഓർമ്മ വരുന്നത്, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ കാരണമായിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമായിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ ഒരു വ്യക്തിക്ക് ആരെങ്കിലും പുതിയൊരു പെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 97% ആളുകളും ആദ്യം ചെയ്യുന്നത് ആ പെന്ന് ഉപയോഗിച്ച് സ്വന്തം പേരെഴുതി നോക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ സൈക്കോളജിക്കലി എല്ലാവർക്കും സ്വന്തം പേരിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതുപോലെയുള്ള അമേസിംഗ് ആയിട്ടുള്ള 21 സൈക്കോളജിക്കൽ ഫാക്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 21, നിങ്ങളോട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളോട് നുണ പറയരുത് എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണുകളിലേക്ക് നോക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആ വ്യക്തിയുടെ 2 പുരികങ്ങളുടെയും നടുവിലേക്ക് നോക്കുക. നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന വ്യക്തി ഒന്ന് പതറും. നിങ്ങളുടെ മുന്നിൽ നുണ പറയുവാനുള്ള സാധ്യത വളരെയധികം കുറയും. നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പിടിക്കപ്പെടും എന്നുള്ളൊരു സൈക്കോളജി അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യും. അത് കാരണത്താൽ അവർ നിങ്ങളോട് നുണ പറയുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നമ്പർ 20, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരാളെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ആ വ്യക്തി കൂടുതൽ അറ്റൻഷൻ തരാൻ തുടങ്ങും. അതായത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്ര ശ്രദ്ധിക്കുകയില്ല. നിങ്ങൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നിങ്ങളെ അവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? ഒരാൾക്ക് ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തെ സ്വന്തമാക്കുവാനുള്ള ഇൻട്രസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ഇതിനുള്ള സയന്റിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അൺഫ്രണ്ട്ലിനെസ് ഒരു ചാലഞ്ച് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഒരാളെ ഇഗ്നോർ ചെയ്യുന്നതിനെ ഒരു ചാലഞ്ച് ആയിട്ടാണ് ഏറ്റെടുക്കുന്നത്. ആ ചാലഞ്ചിൽ സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയും ചെയ്യും. ഫാക്റ്റുകൾ ഇങ്ങനെ പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ പഠിക്കാം. ജീവിതത്തിൽ പലതും നേടി എന്ന് നമ്മൾ കരുതുമ്പോഴും എവിടെയോ എന്തോ അപൂർണമായ പോലെ തോന്നാറുണ്ടോ? കൃതജ്ഞതയുടെ അഭാവം മൂലമാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്. നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളോട് നന്ദി പറയാൻ എവിടെയോ വെച്ച് മറന്നുപോയി. വാസ്തവത്തിൽ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ, നന്ദി പറയുന്നൊരു ശീലം ഉണ്ടാക്കിയെടുത്താൽ, നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ അറിയാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാനും കഴിയും. റോണ്ട ബ്രൈൻ രചിച്ച ദ മാജിക് എന്ന പുസ്തകത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഈ പുസ്തകം എന്നെ പേഴ്സണലായി വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ കുക്കു FM-ൽ നിന്നും ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. നിങ്ങൾ ആരാണെന്നതോ, നിങ്ങൾ എവിടെയാണെന്നതോ, നിങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണെന്നതോ ഇവിടെ വിഷയമല്ല. അങ്ങേയറ്റം ദയനീയമായ ജീവിതാവസ്ഥയിൽ നിന്ന് കൃതജ്ഞത പരിശീലിച്ചതുവഴി ജീവിതത്തിൽ മാറ്റം വന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയിരക്കണക്കിന് കത്തുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 50,000-ലധികം പുസ്തകങ്ങൾ, അതും വളരെയധികം എക്സ്പ്ലനേഷനുകളോടുകൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഈ കുക്കു FM-ന്റെ ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ചാർജ് 399 രൂപയാണ് ആക്ച്വലി. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 199 രൂപയ്ക്കാണ് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 50 പൈസയാണ് 50,000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ഓഡിയോ ബുക്ക് ലൈബ്രറിക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു FM-ൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 19, ഈ കാലത്ത് സൈക്കോളജിക്കൽ ഡിസോർഡറുകൾ, ഉദാഹരണത്തിന് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എക്സെട്ര, ഇതെല്ലാം വളരെ കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് നടന്ന ചില സയന്റിഫിക് റിസർച്ചുകളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിക് പേഷ്യന്റ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്പർ 18, നമ്മുടെ റിലേഷൻഷിപ്പുകൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായിരിക്കും എന്നാണ് കണ്ടെത്തൽ നടന്നിട്ടുള്ളത്. അത് കാരണത്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്സും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. നമ്പർ 17, ലോകത്തിൽ 17 തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്മൈലുകളുണ്ട്. പൊളൈറ്റ്, ഡോമിനൻസ്, വിസ്റ്റർ, വിഷ്ഫുൾ, ഫ്ലർട്ടി എക്സെട്ര. ഇതിലൊന്നാണ് ഡുഷനെ സ്മൈൽ. ഇതിനെയാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് സ്മൈൽ എന്ന് പറയുന്നത്. ഈ സ്മൈലിനെയാണ് ജെന്യൂൻ ആൻഡ് ഒതന്റിക് സ്മൈൽ എന്നെല്ലാം പറയുന്നത്. ഇങ്ങനെ ഒരു സ്മൈൽ ചെയ്യുന്നവരെ ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട്, അതുപോലെ ഒതന്റിക് പേഴ്സൺ ആയിട്ടൊക്കെയാണ് പരിഗണിക്കപ്പെടുക. നമ്പർ 16, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് ടച്ച് ചെയ്യും, പ്രത്യേകിച്ചും തൻ്റെ മൂക്കിൽ ടച്ച് ചെയ്യും. ഒരുപക്ഷെ ഇത് അവരുടെ ഒരു ശീലമായി മാറിയതായിരിക്കാം. എന്നാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നെർവസ് ആയിരിക്കുന്നതിന്റെ ലക്ഷണം കൂടിയാണ്. അതായത് അൺകോൺഷ്യസ്ലി കണ്ടിന്യൂസ്ലി ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് തൻ്റെ മൂക്കിൽ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടാവും എന്ന് കൂടുതൽ ആങ്ഷ്യസ് ആയിരിക്കുന്നു എന്നാണ് അർത്ഥം.
നമ്പർ 15, നിങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കോട്ടുവായ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കോട്ടുവായ ഇടുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇതെങ്ങനെ എപ്പോഴൊന്നും സംഭവിക്കില്ല, എന്നാലും കൂടുതൽ സന്ദർഭങ്ങളിലും അൺകോൺഷ്യസ്ലി ഇങ്ങനെ മറ്റൊരാൾ കോട്ടുവായ ഇടുമ്പോൾ നമ്മൾക്കും അത് സംഭവിക്കാറുണ്ട്. എന്നാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇതിനൊരു ഫിനോമിന കാരണമായിട്ടുണ്ട്. ഇതിനെയാണ് സോഷ്യൽ മിററിംഗ് എന്ന് പറയുക. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസ് കാരണത്താലാണ്. ഇത് കാരണത്താലാണ് നമ്മൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റൊരാൾ കോട്ടുവായിടുന്ന് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോട്ടുവായിട്ട് പോകുന്നത്. നമ്പർ 14, നിങ്ങൾ ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടിയെയോ ഒരു നായക്കുട്ടിയെയോ ഒരു ടോയ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ വലിയൊരു സന്തോഷം ഉണ്ടാവും, അതിനെ ഓമനിക്കാൻ തോന്നും. ഇത് നാച്ചുറലാണോ? അതെ. ഇതിനെക്കുറിച്ച് പറയുന്നത് ക്യൂട്ട്നെസ് അഗ്രഷൻ എന്നാണ്. ന്യൂറോ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില പോസിറ്റീവായിട്ടുള്ള രംഗങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വളരെ വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു. അത്രയും ക്യൂട്ടായിട്ടുള്ള ചില സീനുകൾ കാണുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ് ഇമ്പ്രൂവ് ആകുന്നു. ഈ ഒരു ഹാപ്പിനെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ക്യൂട്ട്നെസ് അഗ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ ഓവറായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിനെ ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 13, ഒരു ദിവസത്തിൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ 15,000-ലധികമാണ് ചിന്തകൾ വരുന്നത്. അതിലൊരു പ്രത്യേക പെർസെൻറ്റേജ് തോട്ട്സ് നെഗറ്റീവുമായിരിക്കും. ഈ നെഗറ്റീവ് തോട്ട്സ് വരാതിരിക്കാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, എന്നാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള വഴി നിങ്ങളെ ബിസിയാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അത് ചെയ്യുക. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേലൊരു തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൂടുതൽ ബിസി ആയിരിക്കുവാൻ വേണ്ടി ട്രൈ ചെയ്യും. നമ്പർ 12, ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേജർ ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ മാതൃഭാഷയിൽ ചിന്തിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് അത്ര തന്നെ പരിചയമില്ലാത്ത, നിങ്ങളുടെ മുഖ്യ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയിൽ വേണം ആ വിഷയത്തെക്കുറിച്ച് തിങ്ക് ചെയ്യുവാൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ബെറ്റർ ഡിസിഷൻ എടുക്കുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. റിസർച്ചുകളെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. നമ്പർ 10, നിങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം ചെയ്യാൻ എപ്പോഴും ഭയമാണ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആ ഭയത്തെ അതിവർത്തിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഹാപ്പിനെസ് മറ്റെന്തും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. നമ്പർ 8, ഒരു മനുഷ്യന് ഉറങ്ങാതെ 11 ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ 33% സമയവും ഉറങ്ങിയിട്ടാണ് ചെലവാക്കുന്നത്. എന്നാൽ ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഉറക്കത്തിലൂടെ നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ആ 33% ഉറക്കം കാരണത്താലാണ് നമ്മുടെ ബാക്കി ശതമാനമുള്ള ആ സമയത്തൊക്കെ നമുക്ക് ആക്റ്റീവായി ഇരിക്കുവാൻ പറ്റുന്നത്. ആ ഉറങ്ങേണ്ട സമയത്തെ കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് ഉഷാറുണ്ടാവുകയുള്ളൂ. നമ്പർ 7, സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പകൽ സമയത്ത് മുഴുവൻ തൻ്റെ തൊഴിലിൽ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കുകയും വൈകുന്നേരം ജോലി നിർത്തിയതിന് ശേഷം പാർട്ടികളിലും മറ്റും പോയി എൻജോയ് ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് അടുത്ത ദിവസവും ജോലി ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നാൽ പകൽ മുഴുവൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നും ചെയ്യാതെ എൻജോയ്മെന്റ് മാത്രം ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പകൽ മുഴുവൻ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം, വൈകുന്നേരം കുറച്ച് എൻജോയും ചെയ്യണം. നമ്പർ 6, അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്, നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നോ അത്രയും വേഗം ആ കാര്യം പൂർത്തീകരിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുവാൻ ഒരു ഡെഡ് ലൈൻ പോലും ഫിക്സ് ചെയ്യാതെ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് സമയത്തെ അപഹരിക്കും. ഒരു ജോലി എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ സാധാരണയായി 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തിരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ അർജന്റായിട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇതാണ് സത്യം. അതുപോലെ തന്നെ ഒരു കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് വേഗം 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക ചെയ്യണം ഏറ്റവും നല്ലത്. അല്ലാതെ കാര്യങ്ങൾ വലിച്ചു നീട്ടി ചെയ്യുന്നത് നല്ല ശീലമല്ല. നമ്പർ 5, ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ കോംപ്ലക്സ് ആണ്. അതിനകത്ത് ധാരാളം മെമ്മറികൾ സൂക്ഷിക്കപ്പെടുന്നു. നമ്മൾ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നത് വരേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ബ്രെയിനിനകത്ത് എവിടെയും പോകുന്നില്ല, ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ജീവിതത്തിലെ ഓരോരോ രംഗങ്ങളെയും ഒരിക്കലും സീക്വൻസ് ആയി ഓർമ്മിച്ചെടുക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. വളരെ വിശേഷപ്പെട്ട ചില സീനുകൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരികയുള്ളൂ. എത്രയധികം ഇവന്റുകൾ എന്തൊക്കെ നിങ്ങളുടെ ബ്രെയിനിനകത്ത് സേവ് ചെയ്തപ്പെട്ടാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ നിങ്ങൾക്ക് അതേപോലെ ഓർമ്മിച്ചെടുക്കാൻ കഴിയൂ. നമ്പർ 4, നിങ്ങൾ ഏത് തരത്തിലുള്ള ഷോകൾ, ഏത് തരത്തിലുള്ള മൂവീസ് ആണോ കാണുന്നത്, നിങ്ങൾ ആ രീതിയിൽ ഈ ലോകത്തെയും കാണുവാനായിട്ട് തുടങ്ങും. സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഇതാണ്. ആരാണോ കൂടുതൽ ക്രൈം ത്രില്ലറുകൾ, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ്, ന്യൂസ് ചാനൽസ് ഇത് കൂടുതൽ കാണുന്നത്, അവർക്ക് ഈ ലോകത്തിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നതായിട്ടും ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അതായത് അവർക്ക് ഈ ലോകമേ വളരെ മോശമായ ഒരു സ്ഥലമാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. എന്നാൽ ആരാണോ കൂടുതലും ഫാന്റസി അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫ് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. നമ്പർ 3,
നമ്മുടെ ചിന്തകളും നമ്മുടെ ചിന്തിക്കുവാനുള്ള ശേഷിയും ഒക്കെ നമ്മുടെ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദ ജിയോഗ്രഫി ഓഫ് തോട്ട്സ് എന്ന ബുക്കിന്റെ ഓഥർ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? എങ്ങനെയാണോ ഏഷ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലും മെന്റൽ പ്രോസസ് വ്യത്യസ്തമാണ്, അതായത് രണ്ട് രാജ്യങ്ങളുടെയും ഫിലോസഫി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്ട്രക്ചർ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രോബ്ലംസ് വേറെ വേറെയാണ്. അതുകൊണ്ട് ഇവരുടെ സ്കില്ലുകൾ പോലും ഡിഫറെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ ആളുകളുടെ ജീവിത രീതി കൂടുതൽ ഹോളിസ്റ്റിക് ആണ്, എന്നാൽ വെസ്റ്റേൺ കൺട്രീസിന്റെ കൂടുതലും അനലറ്റിക് ആണ്. നമ്പർ 2, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മിക്ക ഡിസിഷനുകളും അധികം ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ഡിസിഷനുകളും അൺകോൺഷ്യസ്ലി ആണ് ചെയ്യുന്നത് എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റ്, നിങ്ങളുടെ ഫോൺ ഡിസൈൻ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. എന്നാൽ നിങ്ങളൊരു മൊബൈൽ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ ട്രെൻഡ് മാറും, നിങ്ങൾ മറ്റു പലതിലേക്കും ഷിഫ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ആ ഷോപ്പ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്പർ 1, നമുക്ക് എപ്പോഴാണോ നമ്മുടെ സ്വാതന്ത്ര്യം പോലും നമുക്ക് നഷ്ടമാകുന്നതായിട്ടുള്ള തോന്നലുണ്ടാകുന്നത്, അതിന് കാരണമായിട്ട് അവിടെ എന്തെങ്കിലും റൂൾസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിലെ ഒരു റൂൾ മാത്രമാണ് നമ്മൾക്ക് സമാധാനം കെടുത്തുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ എല്ലാ റൂളിനെയും ലംഘിക്കുവാൻ മനസ്സ് കാണിക്കും. സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു റിയാക്ടേഴ്സ് ഉണ്ട്, അതായത് ആരെയും ഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ സ്വയം ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു കാര്യം നടക്കൂ, അല്ലാതെ ഒരിക്കലും ആരെയും നിർബന്ധിച്ചിട്ട് ചെയ്യുവാൻ കഴിയില്ല. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ 21 സൈക്കോളജിക്കൽ ഫാക്ട്സ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.